करवाने में हमारी मदद करोगे? साउंड की सबसे बड़ी फिल्म टीवी पर पहली बार बेमा शुक्रवार 13 सितंबर रात 8 बजे जी सिनेमा पर। साउंड की सबसे बड़ी फिल्म टीवी पर पहली बार बेमा शुक्रवार 13 सितंबर रात 8 बजे जी सिनेमा पर। അജയ, നീ എന്തിനാ എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ടോർച്ചർ ചെയ്യുന്നേ? എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ കോളുകള് ചേച്ചി ബുദ്ധിമുട്ടിക്കുന്നത് കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിഷമം. എന്നാലും എനിക്ക് ചേച്ചിയെ വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ചേച്ചിയുടെ അനിയത്തിയുടെ ഭർത്താവാൻ പോകുന്ന ആളല്ലേ. എന്താ അങ്ങനെയല്ലേ? അജയ, വേണ്ട ചേച്ചി, ഒന്നും പറയണ്ട. എനിക്ക് നല്ല വിഷമമായി. എന്തായാലും എൻ്റെ ചേച്ചിയല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ ഈ വിഷമം അങ്ങോട്ട് സഹിക്കും. നീ വിളിച്ച കാര്യം പറ. ഇത് കണ്ട കല്യാണ സാരി എടുക്കാൻ വന്നതാ. കാര്യം പെട്ടെന്ന് ചെറിയ രീതിയിൽ നടത്തുന്ന കല്യാണമാണെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ ചേച്ചി. അതുകൊണ്ട് പൈസ ഒന്നും നോക്കിയില്ല, നല്ല കൂടിയ കാഞ്ചീപുരം പട്ടുരങ്ങ് വാങ്ങിച്ചു. അതെ, അനക്കയുടെ ഫോട്ടോ കാണിച്ച ഞാൻ തുണിയെടുത്തത്. അനക്കയ്ക്ക് ഈ സാരി നന്നായിട്ട് ചേരുമെന്നാണ് കടക്കാർ പറഞ്ഞത്. ചേച്ചിക്ക് കാണണ്ടേ സാരി? നെല്ലിശ്ശേരി കൊണ്ടൊന്ന് കാണിക്കേണ്ടതാണ്. സാരില്ല. ഞാൻ സാരിയുടെ ഫോട്ടോസ് അയച്ചുതരാം ചേച്ചിക്ക്. എന്താ ചേച്ചി ആലോചിക്കുന്നത്? എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അവിടെ നിന്ന് നേരിട്ട് സംസാരിക്കാം. എന്തിഷ്ടക്കേട്? നിനക്ക് തോന്നിയതാവും. എനിക്ക് പിന്നെ സന്തോഷത്തിന്റെ സമയമാണല്ലോ അജയ. പിന്നെ അല്ലാതെ, അനിയത്തിയുടെ വിവാഹം, അതും ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ അനിയൻ അജയനുമായിട്ട്. ഈ സമയത്തല്ലാതെ പിന്നെ ഏത് സമയത്ത് സന്തോഷിക്കാനാ? എന്നാ ശരി, വെക്കലെ. ഇനി എന്താ അജയ? ഞാൻ എന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ കാര്യങ്ങളും സ്പീഡിൽ ചെയ്യുക. ചേച്ചിയും കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡാക്കി നന്നായിരുന്നു. എല്ലാം നമുക്ക് മംഗളമായിട്ട് നടത്തണ്ടേ ചേച്ചി? തീർച്ചയായിട്ടും ഞാൻ സ്പീഡാക്കുന്നുണ്ട്. കല്യാണം അടുത്ത് വരുന്നതിന്റെ ടെൻഷനിലാ ഞാൻ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നാ ഞാൻ ഫോൺ വെക്കട്ടെ? ഇവൻ ഇത് ഓരോ ദിവസം ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യുന്നു. ഇങ്ങനെ പോയ കാര്യങ്ങളെല്ലാം കുഴപ്പത്തിലാവും. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. സച്ചേട്ടാ, സച്ചേട്ടനെ കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കഴിക്കുന്നില്ലേ ഇന്ന്? എനിക്കൊന്നും വേണ്ട. അർച്ചന, തനിക്കെന്നോട് ദേഷ്യമല്ലേ? എനിക്കെന്തോ എന്താ ഞാനിപ്പോ പറയേണ്ടെന്ന് പോലും എനിക്കറിയില്ല. സച്ചേട്ടൻ പറഞ്ഞു വരുന്നത് ഇന്ന് അമ്പലത്തിലുണ്ടായ കാര്യത്തെ പറ്റിയാണെങ്കിൽ എനിക്കതിലൊന്നും പറയാനില്ല. അതിലൊന്നും പറയാനില്ല എന്ന് ഞാൻ പറഞ്ഞത് അത് സച്ചേട്ടന്റെ മാത്രം തെറ്റായതുകൊണ്ടാ. സച്ചേട്ടന് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. പക്ഷെ അതെന്തായാലും ഈശ്വരനടയിൽ വെച്ച് വേണ്ടായിരുന്നു.
നമുക്ക് കുഞ്ഞുങ്ങളാവാത്തത് നമ്മുടെ സ്വകാര്യ വിഷയ സച്ചേട്ടാ. അതിന് പുറത്തുള്ളവരോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? ഇതൊക്കെ ഞാനിനി പറഞ്ഞു തന്നിട്ട് വേണം മനസ്സിലാക്കാൻ. താൻ പറയണ്ട, അല്ലാതെ തന്നെ എനിക്ക് മനസ്സിലാവും. എനിക്കെന്തോ അപ്പോ സമനില തെറ്റിയതുപോലെ ആയിപ്പോയി. താൻ എന്നോട് ക്ഷമിച്ചേക്ക്. ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞാലും ഈശ്വരൻ ക്ഷമിക്കണ്ടേ സച്ചേട്ടാ? നമ്മൾ എന്തിനാ അമ്പലത്തിൽ പോയത്? അതുപോലെ മറന്നല്ലേ സച്ചേട്ടൻ പെരുമാറിയത്? എടോ, താൻ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്താതെ. പറ്റിപ്പോയി. അതിലെനിക്ക് നല്ല കുറ്റബോധമുണ്ട്. അതിന്റെ കൂടെ താനും കൂടി ഇങ്ങനെയൊക്കെ പറഞ്ഞ സച്ചേട്ടാ, ഇനിയും അതും പറഞ്ഞ് വിഷമിച്ചിരിക്കണ്ട. എനിക്കതിലൊരു പരാതി ഇനിയില്ല. അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. നമുക്കിനിയും അതേക്കുറിച്ചൊന്നും സംസാരിക്കണ്ട. അതാ നല്ലത്. ഞാൻ ചോദിച്ചതിന് ഡോക്ടർ ഉത്തരവൊന്നും പറഞ്ഞില്ലല്ലോ. അർച്ചനയുടെ അച്ഛനും അമ്മയും ഡോക്ടർ വിളിച്ചിരുന്നു അല്ലേ? അതെ, വിളിച്ചിരുന്നു. സച്ചി അവിടെ ചെന്ന കാര്യവും തങ്ങൾ ഇതുവരെ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന കാര്യവും സച്ചി അറിഞ്ഞതിനെ പറ്റി പറയുകയും ചെയ്തു. പലതവണ ആലോചിച്ച ഡോക്ടർ ഞാനവിടെ പോയത്. ഇല്ലെങ്കിൽ അവരെന്നെ ചതിച്ചു എന്ന് തോന്നൽ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും. എന്നിട്ട് സച്ചിക്ക് ഇപ്പൊ എന്ത് തോന്നുന്നു? ഇപ്പോഴും ആ തോന്നലിൽ തന്നെയാണോ സച്ചി ഉള്ളത്? സത്യം പറഞ്ഞാൽ എനിക്ക് വ്യക്തമായിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ഞാനറിയാത്ത എന്തൊക്കെയോ ഇനി ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റുന്നില്ലെന്നുള്ളതാ സത്യം. അവന്തികേട്ടത്തിക്ക് എന്തൊക്കെയോ അറിയാം. മറ്റെന്തോ ഏട്ടത്തി ഉദ്ദേശിച്ചിട്ടുണ്ട്. ഏട്ടത്തിയോട് ചോദിച്ചപ്പോ ഏട്ടത്തെയും അവർ ചതിച്ചു എന്നാ പറയുന്നേ. വിവാഹമെല്ലാം ഉറപ്പിച്ച് തീയതിയും കുറിപ്പിച്ച ശേഷമാണ് ഏട്ടത്തിയോട് അവർ സത്യമെല്ലാം പറയുന്നെന്നാ ഏട്ടത്തി പറയുന്നത്. അച്ഛന് വയ്യാത്ത അവസ്ഥയായതുകൊണ്ട് അന്നാരെ അറിയിക്കാൻ തോന്നിയില്ലെന്നൊക്കെയാ ഏട്ടത്തി എന്നോട് പറഞ്ഞത്. ഇതിപ്പോ ആര് വിശ്വസിക്കണം, ആര് പറയുന്നതാണ് സത്യം എന്നൊന്നും എനിക്ക് പിടികിട്ടുന്നില്ല. ആരെ വിശ്വസിക്കണമെന്ന് സച്ചിക്ക് സംശയം തോന്നേണ്ട കാര്യമൊന്നുമില്ല. അവന്തികയോട് സംസാരിച്ചപ്പോ അവന്തിക സച്ചിയോട് പറഞ്ഞു അർച്ചനയുടെ അമ്മയും അച്ഛനും അറിഞ്ഞുകൊണ്ട് അവന്തിക ചതിച്ചതാണെന്ന്. എന്നാ അർച്ചനയുടെ അച്ഛനും അമ്മയും അവന്തികയുടെ പേരെ പറഞ്ഞില്ല. എന്താ കാരണമെന്ന് അറിയോ സച്ചിക്ക്? അവന്തികയുടെ കാര്യം പറഞ്ഞ്
സച്ചി അതൊരു പ്രശ്നമാക്കിയ അത് അർച്ചനയും മറ്റുള്ളവരും എല്ലാം അറിഞ്ഞു കഴിഞ്ഞ അർച്ചനയുടെയും ആതിരയുടെയും ജീവിതം എന്തായി തീരുമെന്ന് അവർക്ക് ഭയമുള്ളതുകൊണ്ടാ. അവന്തിക നേരിട്ട് ഇടപെട്ടാണ് ഈ വിവാഹം നടത്തിയത്. അതെനിക്ക് കൂടി അറിയാവുന്ന കാര്യം തന്നെയാ. ബാക്കി ഉദ്ദേശങ്ങളെപ്പറ്റി എനിക്കും അറിയില്ല. ഒരു കണക്കിന് എല്ലാം മറക്കാന്ന് കരുതിയാലും ഏട്ടത്തെ അടക്കമുള്ളവർ എന്നെ അർച്ചനയും ചതിച്ചത് എന്തിനായിരിക്കും? ആ ചോദ്യം മനസ്സിൽ കൊണ്ടു നടന്നു തന്നെ ഞാൻ മറ്റൊരു കാര്യം തീരുമാനിച്ചു. എനിക്കും അർച്ചനയ്ക്കും ഒരു കുഞ്ഞ് ജനിക്കണം. അതിനുള്ള ട്രീറ്റ്മെന്റിനെ കുറിച്ചൊക്കെ ഞാൻ അന്വേഷിച്ചു. ഈ ലോകത്തിന്റെ ഏത് കോണിൽ കൊണ്ടു ചെന്നാലും ശരി, അർച്ചനെ ഞാൻ ചികിത്സിക്കും. എന്തു കുഴപ്പമാണെങ്കിലും അത് മാറ്റുകയും ചെയ്യും. ഡോക്ടറുടെ പേടി എനിക്ക് മനസ്സിലാവും. പക്ഷേ അറിയിക്കണം ഡോക്ടർ, മുഴുവൻ സത്യങ്ങളും അർച്ചന അറിയണം. വലിയൊരു തകർച്ചയിലേക്ക് പോകുന്ന അവളെ ഞാൻ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അതിനെനിക്ക് സാധിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അവളിതറിയാതെ ഒരിക്കലും എൻ്റെ അർച്ചനയുടെയും തീരാവേദന മാറില്ല. ഇതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് ചെയ്യാനുണ്ട്. അതെല്ലാം ഒന്ന് ചെയ്തു കഴിയട്ടെ, എന്നിട്ട് നോക്കാം ബാക്കിയെല്ലാം. ATM-ന്ന് ക്യാഷ് എടുത്തിട്ട് വരുമല്ലേ? പർച്ചേസ് ഒക്കെ നടത്തിയിട്ടുണ്ടല്ലോ. വാ, വണ്ടി കയറ്. വേണ്ട, എനിക്ക് പോവാനറിയാം. അതെ, നമുക്കൊരുമിച്ചൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് വീട്ടിൽ പോവാന്നേ. നീ ഒന്ന് പോയേ. അനഘേ, 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 എനിക്കൊരല്പം സംസാരിക്കാനുണ്ട്. എന്താ കാര്യം? വേഗം പറ. നീ എന്തിനിങ്ങനെ പേടിക്കുന്നേ? നമ്മൾ ഒരുമിച്ച് ആര് കണ്ടാലും പ്രശ്നമില്ലല്ലോ. എനിക്കെന്ത് പേടി? നീ കാര്യം പറ. അനഘേ, നീയും ഞാനും ഒരുമിച്ച് കോഫി കുടിക്കാൻ പോയാലോ യാത്ര ചെയ്താലോ ഒരു കുഴപ്പമില്ല. പിന്നെ നീ എന്തിനാ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? എന്ത് ഇനിയും? നീ എന്താ ഉദ്ദേശിക്കുന്നത്? നീയും ഞാനും തമ്മിൽ യാതൊരു ഇടപാടുകളും ഇല്ല. നീയും ചേച്ചിയും തമ്മിലുള്ളത് നിങ്ങൾ തമ്മിലായിക്കോണം. വെറുതെ എന്റെ പുറകെ നടന്ന് എന്നെ ശല്യം ചെയ്യരുത്. ശല്യം ചെയ്യാനാ? എടി, ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ്. ആരെ കല്യാണം കഴിക്കാനെന്ന്? നിന്നെ. അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. ഞാൻ പറയുന്നത് സത്യമാണ്. അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ? ഞാനും നമ്മുടെ അവന്തിക ചേച്ചിയും തമ്മില് ധാരണയായ കാര്യമാണ് നമ്മുടെ കല്യാണം. ഞാൻ കരുതി ചേച്ചി നിന്നോടെല്ലാം പറഞ്ഞു കാണുന്നു. ചിലപ്പോ ചേച്ചി നിനക്കൊരു സർപ്രൈസ് തരാനായിരിക്കും ഇതുവരെ ഈ കാര്യം പറയാതിരുന്നത്. ഏതായാലും ഒരുപാട് ദിവസമൊന്നുമില്ല നമ്മുടെ കല്യാണത്തിന്. എന്നോട് ആലോചിക്കാതെ എന്റെ കല്യാണം ചേച്ചി എങ്ങനെ തീരുമാനിക്കും? അതൊന്നും എനിക്കറിയില്ല. നിനക്ക് വേണ്ട താലിയും കല്യാണ സാരിയും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഇനി ആ ദിവസം ഒന്ന് ആയാൽ മതി. അല്ല, നീ എന്തിനാ കൂടുതൽ ആലോചിക്കുന്നത്? ചേച്ചി പറഞ്ഞില്ലെങ്കിൽ വേണ്ട, ഞാൻ പറയുന്നു. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ദേഷ്യപ്പെട്ട് നിൽക്കണ്ട, നീ ശരിക്കൊന്ന് ആലോചിക്കും. പിന്നെ എത്ര ആലോചിച്ചിട്ടായാലും നീ എടുക്കുന്ന തീരുമാനം എന്നെ കല്യാണം കഴിക്കണമെന്നതായിരിക്കണം കേട്ടോ. എന്റെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാണ്. നിന്റെ മനസ്സിൽ എന്നെ കിട്ടണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോഴേ കളഞ്ഞേക്കണം. മേലിൽ ഇതും പറഞ്ഞ് എന്റെ മുന്നിൽ വന്ന നീ വിവരം അറിയും.
ദേഷ്യം വരുമ്പോൾ കൂടുതൽ സുന്ദരിയാണ് അവള്. ഹോ, എന്റെ ഭാഗ്യം. ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? നീ എന്താ കേട്ടതെന്നറിയാതെ സത്യമാണോ അല്ലെന്ന് ഞാനിങ്ങനെ പറയും. ആദ്യം നീ കേട്ടതെന്താന്ന് പറ. എന്നെ ആ ഫ്രോഡായ അജയനെ കല്യാണം കഴിച്ചു കൊടുക്കാന്ന് ചേച്ചി അവന് വാക്ക് കൊടുത്തോ? എന്റെ അനുവാദം ഇല്ലാതെ അവൻ അങ്ങനെ ഒരു വാക്ക് ചേച്ചി കൊടുത്തോന്നാ ഞാൻ ചോദിക്കുന്നത്. ആ അത് മോളെ ഒരു പ്രത്യേക സാഹചര്യത്തില്. ഏത് സാഹചര്യത്തിലായാലും ചേച്ചി എന്തിനത് ചെയ്തു? ചേച്ചിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഒരിക്കലും അതിന് സമ്മതിക്കാൻ പോകുന്നില്ലെന്ന്. അതറിഞ്ഞു വെച്ചോണ്ട് എന്നോട് എന്തിനിങ്ങനെ ഒരു ചതി ചെയ്തത്? ഞാൻ പറയുന്നത് നീ ആദ്യം ഒന്ന് കേൾക്ക്. എന്താ ചേച്ചിക്ക് പറയാനുള്ളത്? അറിയാതെ പറ്റിയതാണെന്നോ അതോ അബദ്ധം പറ്റിയതാണെന്നോ? ഇത് രണ്ടുമല്ല, ഞാൻ മനഃപൂർവ്വമായിട്ട് വാക്ക് കൊടുത്തതാ. അങ്ങനെ ഞാനൊന്ന് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാനും നീ ഇപ്പൊ ജയിലിൽ കിടന്നേനെ, കേക്കിൽ വിഷം ചേർത്ത കുറ്റത്തിന്. ആ ഡിവൈഎസ്പിയുടെ അന്വേഷണം എന്റെ നേർക്ക് തിരിഞ്ഞപ്പോ കേസ് അജയനെ ഏറ്റോളാന്ന് പറഞ്ഞു. പക്ഷെ അവനതിന് പകരം ചോദിച്ചത് നിന്നെയാ. സമ്മതിച്ചില്ലെങ്കിൽ അവനെല്ലാം ഡിവൈഎസ്പിയോട് പറയുന്നു പറഞ്ഞു. നമ്മൾ അകത്തു പോവാതിരിക്കാൻ വേഗം ഒരു തീരുമാനം എടുക്കേണ്ടി വന്നപ്പോ മറ്റു വഴികളൊന്നും ചേച്ചി കണ്ടില്ല. അതുകൊണ്ട് ഞാനതിന് സമ്മതിക്കണോ? അതാണോ ചേച്ചി പറഞ്ഞു വരുന്നേ? ചേച്ചി പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഇവനെപ്പോലെ ഒരുത്തിന് കഴുത്ത് നീട്ടി കൊടുക്കുന്നതിലും ഭേദം ജയിലിൽ കിടക്കുന്നതാ. ഈ പറയുന്ന അജയനെ നമ്മൾ എന്തിനാ കൊണ്ടുവന്നത്? ആദരെ വിവാഹം കഴിപ്പിക്കാൻ ഒരു ഫ്രോഡിനെ നമുക്ക് വേണമായിരുന്നു, അതിനാ. എന്നിട്ടിപ്പോ ചേച്ചി എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്? എന്റെ കൊള്ളരുതായ്മ കാണിച്ചാലും ഞാൻ ചേച്ചിയോടൊപ്പം നിൽക്കുന്നതേ എനിക്ക് എന്റെ ചേച്ചി അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാ. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഇഷ്ടം എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂന്ന്. അവൻ പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് ഞാൻ ചേച്ചിയിൽ നിന്ന് കിട്ടാൻ ആഗ്രഹിച്ച ഉത്തരം ഇതാവരുതേന്ന് അവിടെ മുതൽ ഇവിടം വരെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ചേച്ചി അങ്ങനെ ഒരു വാക്ക് കൊടുത്തില്ലെന്ന് പറ്റുമെങ്കിൽ ഒരു കള്ളമെങ്കിലും പറയായിരുന്നു. പക്ഷെ എന്നോട് നേരിട്ട് പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ചേച്ചിക്കും അവൻ എന്നെ കെട്ടണമെന്ന് തന്നെ ആഗ്രഹം. അല്ലെങ്കിൽ അത് ചേച്ചിയുടെ നിവൃത്തികേടായി മാറിക്കഴിഞ്ഞു. തർക്കങ്ങൾക്കും വാഗ്വാദങ്ങൾക്കും പകരം കൊടുക്കേണ്ടതാണോ ചേച്ചി എന്റെ ജീവിതം? പറയ്. ഞാൻ ജീവിതത്തിൽ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ, ആഗ്രഹിച്ചിട്ടുള്ളൂ. മണ്ഡപം വരെ എത്തിയിട്ടും അത് നടക്കാതെ പോയി. മറ്റൊരാളുടെ താലിക്ക് കഴുത്ത് നീട്ടി കൊടുക്കുന്നതിനെ പറ്റി ഇതുവരെ ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല. പക്ഷെ എനിക്കറിയാം ഞാൻ എത്ര എതിർത്താലും ചേച്ചി ഈ വിവാഹം നടത്തുമെന്ന്. ഒരു കാര്യം മാത്രം ഞാനിപ്പോ ചേച്ചിയോട് പറയാം. ഇനി എന്നെ ഉടുത്തൊരുക്കി മണ്ഡപത്തിലേക്ക് കയറ്റുന്നത് ഈ പറഞ്ഞ ഫ്രോഡിന് വേണ്ടിയാണെങ്കിൽ അത് ഈ അനിയത്തിക്കൊരു പട്ടട ഒരുക്കിയിട്ടാവണം. അച്ഛന്റെ അടുത്തേക്ക് ഞാനും പോവും, അതേ വഴിയിൽ തന്നെ.
ഈ വീട്ടുകാരോടുള്ള ചേച്ചിയുടെ പ്രതികാരം എന്റെ മരണത്തോടെ തുടങ്ങാൻ ചേച്ചിക്ക്.